Hi all, welcome back to day 6 of PYQ Blades 25 a day. So let's start with the first question. The capability to store one object inside another object is called encapsulation, aggregation, polymorphism and inheritance. So right answer is option B, aggregation. ഈ അഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ക്ലാസ്സസ് വെർ വൺ ക്ലാസ് കണ്ടെയ്ൻസ് എ റെഫറൻസ് ടു അനദർ ക്ലാസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അഗ്രിഗേഷൻ ഹാസ് ദ കാപ്പബിലിറ്റി ടു സ്റ്റോർ വൺ ഒബ്ജക്ട് ഇൻസൈഡ് അനദർ ഒബ്ജക്ട്. ഇതൊരു ഹാസ് എ റിലേഷൻഷിപ്പ് ഊപ്സിനകത്തെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനകത്തെ ഹാസ് എ റിലേഷൻഷിപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മറ്റ് ഓപ്ഷനുകൾ ഇൻകറക്റ്റ് ആവുന്നു? എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ ഇന്റർണൽ ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്യുകയാണ്, എന്നിട്ട് നെസസറി പാർട്സ് മാത്രം എക്സ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയെ അല്ല എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പോളിമോർഫിസവും. ഒരു ഒബ്ജക്റ്റിന്റെ മൾട്ടിപ്പിൾ ഫോംസ് അലോ ചെയ്യുന്ന, ഒരു ഒബ്ജക്റ്റിന് തന്നെ അലോ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് പോളിമോർഫിസം. അല്ലാതെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുമായിട്ട് പോളിമോർഫിസത്തിന് മാച്ച് ഇല്ല. ഫൈനലി ഓപ്ഷൻ ഡി, ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് നമുക്കറിയാം, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഈസി റിലേഷൻഷിപ്പാണ്. ഈസി റിലേഷൻഷിപ്പാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നോട്ട് എ ഹാസ് എ റിലേഷൻഷിപ്പ്. ഈ ഹാസ് എ റിലേഷൻഷിപ്പ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ക്യാപ്പബിലിറ്റി ടു സ്റ്റോർ വൺ ഒബ്ജക്ട് ഇൻസൈഡ് അനദർ ഒബ്ജക്ട്. അതൊരു ഹാസ് എ റിലേഷൻഷിപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നോട്ട് ആൻ ഈസി റിലേഷൻഷിപ്പ്. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ഒരു ക്ലാസ് മറ്റൊന്നിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു. ആ കോൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹാസ് എ റിലേഷൻഷിപ്പ് വിച്ച് ഇസ് അഗ്രിഗേഷൻ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിസൾട്ട് ഓഫ് ഗെറ്റ് ഓൾ റെസ്പോൺസ് ഹെഡേഴ്സ് ഓഫ് XML HTTP റിക്വസ്റ്റ് മെത്തേഡ് ഈസ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്ത് നോക്കാം. XML HTTP റിക്വസ്റ്റിലെ ഗെറ്റ് ഓൾ റെസ്പോൺസ് ഹെഡേഴ്സ് എന്ന് പറയുന്ന മെത്തേഡ് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? അതിന്റെ റിസൾട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് റിട്ടേൺസ് ഓൾ റെസ്പോൺസ് ഹെഡേഴ്സ് ഫ്രം ദി HTTP റിക്വസ്റ്റ് ആസ് എ സിംഗിൾ സ്ട്രിംഗ്, വിച്ച് ഈസ് ഓപ്ഷൻ എ. കംപ്ലീറ്റ് സെറ്റ് ഓഫ് HTTP ഹെഡേഴ്സിനെ ഒരു സ്ട്രിംഗ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് ഓൾ റെസ്പോൺസ് ഹെഡേഴ്സ്. ഇതൊരു റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു കീ വാല്യൂ പെയർ ഫോർമാറ്റിലായിരിക്കും ഹെഡേഴ്സ് റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ലൈൻ ബ്രേക്സ് വെച്ചിട്ട് സെപ്പറേറ്റും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, റിട്ടേൺസ് ദ വാല്യൂ ഓഫ് ദ സ്പെസിഫൈഡ് HTTP ഹെഡർ. സ്പെസിഫൈഡ് HTTP ഹെഡർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് ഹെഡർ ഗെറ്റ് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഗെറ്റ് ഓൾ റെസ്പോൺസ് ഹെഡേഴ്സ് അല്ല. സ്പെസിഫിക് ഹെഡേഴ്സ് കിട്ടേണ്ട സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതിനും ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് പറയുന്നത് ഗെറ്റ് റെസ്പോൺസ് ഹെഡർ ഓഫ്. ഏത് ഹെഡറിന്റെ ആണോ നമുക്ക് കിട്ടേണ്ടത്, ഏത് സ്പെസിഫിക് ഹെഡറിന്റെ ആണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്, ആ ഹെഡറിന്റെ നെയിം പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്താൽ മതിയാകും. ഈ മെത്തേഡ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബി പറയുന്ന പോലെ എന്ത് ചെയ്യും, സ്പെസിഫിക് HTTP ഹെഡർ ഒരു സ്ട്രിംഗ് ആയിട്ട് റിട്ടേൺ ചെയ്ത് കിട്ടും. ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നത് റോങ് ആണ്, നൺ ഓഫ് ദ എബവ് എന്ന് പറയുന്നതും റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാംപ് വാരിയന്റ് ഫോർ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ്. വാംപ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വിൻഡോസ്, Apache, MySQL and PHP. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇതിന്റെ വേരിയന്റ് ഏതാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വാംപ് ആക്ച്വലി ഒരു ലോക്കൽ സെർവർ എൻവയോൺമെന്റ് ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള. ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള മാക് OSൽ ഇതിന്റെ ഒരു വേരിയന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്: ലാംപ്, മാംപ്, സാംപ്, നൺ ഓഫ് ദി എബോവ്. ഓരോന്നും എന്താന്ന് നമുക്ക് നോക്കാം. മാംപ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മാക്, അപ്പാച്ചെ, MySQL
Then finally PHP. So the right answer is option B only. Coming to option A, lamp. lamp എന്ന് പറയുമ്പോൾ ലിനക്സിലെ വേരിയന്റ് ആണ്. ഇത് മാക്കിലെ വേരിയന്റ് ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലിനക്സിലെ വേരിയന്റ് ആണ്. ലിനക്സ്, അപ്പാച്ചെ, MySQL ആൻഡ് PHP. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ സി, സാംപ്. സാംപ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വെബ് സ്റ്റാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് നോട്ട് റൈറ്റ്. Option A is also not right because the question was asking about the variant for Mac. So option B is the right answer. Next question. DNS comprises. DNS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ നെയിം സിസ്റ്റം. അതിനകത്ത് എന്തൊക്കെ കാണും? ഡൊമൈൻ നെയിംസും നെയിം സെർവറും. ഫസ്റ്റ് ഓപ്ഷൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണില്ലേ? കാണും. ഓക്കെ. സോ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിംസ് ആൻഡ് ഡൊമൈൻ നെയിം സ്പേസ്. അതും കാണുമല്ലോ. Then domain names, domain namespace and name server. Okay, that is also right, it seems. Okay. Then അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ഓൾ ഓഫ് ദി എബവ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ബബിൾ ചെയ്യേണ്ടതായിട്ട് വരാം. നിങ്ങൾ നോക്കൂ എന്ത് മാനിപ്പുലേറ്റീവ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എ, ബി, സി, ഡി. ഡിക്കകത്ത് ഓൾ ഓഫ് ദി എബവ് പറഞ്ഞിട്ടുണ്ട്. ഡൊമൈൻ നെയിംസ് എന്നുള്ളത് ഇതിനകത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെയിം സെർവർ ഇതിനകത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡൊമൈൻസ് നെയിം സ്പേസ് ഇതിനകത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് സി ആണോ ഡി ആണോ നമ്മൾ ബബിൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇനി DNS എന്താണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് കംപ്രൈസസ് മൾട്ടിപ്പിൾ കോമ്പണൻസ് ദാറ്റ് വർക്ക് ടുഗദർ ടു റിസോൾവ് ഡൊമൈൻ നെയിംസ് ഇൻ ടു IP അഡ്രസ്. ഡൊമൈൻ നെയിംസ് IP അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ കോമ്പണൻസ്, അതാണ് ഡൊമൈൻ നെയിം സിസ്റ്റത്തിനകത്തുള്ളത്. ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള നെയിംസ്. അതായത് google.com എന്നുള്ളത് നമുക്ക് ഈസിലി ഓർത്തു വെക്കാവുന്ന ഒരു നെയിമാണ്, ഡൊമൈൻ നെയിമാണ്. പക്ഷേ അതിന്റെ IP അഡ്രസ്സ് നമുക്ക് എല്ലായ്പ്പോഴും അറിഞ്ഞോളണം എന്നില്ല. അതുപോലെ തന്നെയാണ് എല്ലാ വെബ്സൈറ്റ്സിന്റെ കാര്യം. എല്ലാ വെബ്സൈറ്റ്സിനകത്തും എല്ലാത്തിനും ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റും കാണും, അതുപോലെ IP അഡ്രസ്സും കാണും അല്ലേ. അപ്പം ഡൊമൈൻ നെയിംസ് എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെയിം സെർവർ എന്ന് പറയുന്ന സംഭവമാണ് ഈ ഡൊമൈൻ നെയിംസിനെ IP അഡ്രസ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. തേർഡ് ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് തന്നിട്ടുള്ളത് ഡൊമൈൻ നെയിം സ്പേസ് ആണ്. ഈ ഡൊമൈൻ നെയിംസിനെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിന് അതിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് കവേഴ്സ് എവറിത്തിങ്, ബട്ട് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ഓപ്ഷൻ ഡി ആസ് വെൽ. സോ ഡി ആണ് കറക്റ്റ് എന്ന് PSCന്റെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേറ്റസ്റ്റ് വെബ് ബ്രൗസർ ഓഫ് മൈക്രോസോഫ്റ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. നമുക്കറിയാം ഓപ്ഷൻ ഡി എഡ്ജ് ആണ്. അതായത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു നേരത്തെ മൈക്രോസോഫ്റ്റിൻ്റെതായിട്ട് വെബ് ബ്രൗസർ ഉണ്ടായിരുന്നത്. ദെൻ മൈക്രോസോഫ്റ്റ് എഡ്ജ് വന്നു. ഇനീഷ്യലി ഈ എഡ്ജ് ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2015 റിലീസ് ചെയ്തിരുന്നതെങ്കിലും അത് 2020 ക്രോമിയം ബേസ്ഡ് എഞ്ചിനെ ബേസ് ചെയ്തിട്ട് റീവാമ്പ് ചെയ്യേണ്ടായി. വേറൊരു കാര്യം ഇതിനകത്ത് നോട്ട് ചെയ്യാനുള്ളത്, നേരത്തെ മൈക്രോസോഫ്റ്റിലെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നല്ലോ. അത് ഒഫീഷ്യലി റിട്ടയർ ചെയ്യുന്നത് ജൂൺ 2022 ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒപേറ, സഫാരി. ഒപേറ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ബ്രൗസർ പോലും അല്ല, ഇതൊരു ഇൻഡിപെൻഡന്റ് ബ്രൗസർ ആണ്. ഒപേറ സോഫ്റ്റ്വെയർ ആണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി സഫാരി നോക്കുവാണെങ്കിൽ ആപ്പിളിന്റെ ഡിഫോൾട്ട് വെബ് ബ്രൗസർ ആണ്. മാക് OSൽ അതുപോലെ iOSലൊക്കെ യൂസ് ചെയ്യുന്ന ഡിഫോൾട്ട് വെബ് ബ്രൗസർ ആണ് ഈ പറയുന്ന സഫാരി. സോ ഇതും റോങ് ആൻസേഴ്സ് ആണ്. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, എഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, TCP/IP സ്റ്റാൻഡ്സ് ഫോർ. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ, വളരെ ഈസി ആയിട്ട്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, നമുക്കറിയാവുന്ന കാര്യമാണ് അത്. TCP/IPനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. TCP/IP എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അതൊരു ഫൗണ്ടേഷണൽ പ്രോട്ടോകോൾ സൂട്ടാണ് ബേസിക്കലി.
എങ്ങനെയാണ് ഡേറ്റ ഒരു നെറ്റ്വർക്ക്സിൽ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ ഒരു ഫൗണ്ടേഷണൽ പ്രോട്ടോകോൾ സൂട്ടാണ് ഈ പറയുന്ന TCP/IP എന്നത്. റിലയബിൾ കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നെറ്റ്വർക്ക്സിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പ്രോട്ടോകോൾ സൂട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിലെ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് റിലയബിൾ ഡേറ്റ ട്രാൻസ്ഫർ, എറർ ചെക്കിംഗ് ആൻഡ് സീക്വൻസിങ്. IP-യുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇതാണ് അഡ്രസ്സിങ്ങും അതുപോലെ തന്നെ പാക്കറ്റ്സിനെ അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനുള്ള റൗട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. Now let's move to the next question. Packet switching method is used in option A TCP, B UDP, option C both A and B, option D none of the above. And the right answer is option C both A and B. A and B ക്കകത്ത് ഏതൊക്കെയാണ് TCPയും UDPയും പറയുന്നുണ്ട്. അതായത് പാക്കറ്റ് സ്വിച്ചിങ് മെത്തേഡ് ഏതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ പാക്കറ്റ് സ്വിച്ചിങ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ നമ്മൾ സെൻഡ് ചെയ്യേണ്ട ഡേറ്റയെ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് വഴി ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതിനെ ആണ് നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ബേസിക് ഐഡിയയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ഡേറ്റ കമ്മ്യൂണിക്കേഷനിലും പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, TCP എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. അത് പാക്കറ്റ് സ്വിച്ചിങ് യൂസ് ചെയ്തിട്ട് ആണ് ഈ റിലയബിലിറ്റിയും അതുപോലെ തന്നെ ഡേറ്റ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഓർഡറിലാണോ ഡെലിവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ള ചെക്കൊക്കെ നടത്തുന്നത്. ഓക്കെ, സോ TCPക്ക് അകത്തും പാക്കറ്റ് സ്വിച്ചിങ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് UDPയുടെ കേസിൽ UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ ആണ്. ഇതും പാക്കറ്റ് സ്വിച്ചിങ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, TCP റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആണ് എൻഷുർ ചെയ്യുന്നതെങ്കിൽ UDPയെ സംബന്ധിച്ചിടത്തോളം അൺറിലയബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻലെസ് മാനറിലുള്ള പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അതായത് പാക്കറ്റ്സ് ചിലപ്പോൾ എത്തിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ഓർഡറിലായിരിക്കും എത്തുക, ചിലപ്പോൾ അത് ഓർഡർ തെറ്റിച്ചായിരിക്കും എത്തുക, അങ്ങനെയൊക്കെ. ഓക്കെ, സോ നമുക്ക് പറയാം പാക്കറ്റ് സ്വിച്ചിങ് മെത്തേഡ് TCPയിലും UDPയിലും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ യൂസസ് എറർ കൺട്രോൾ മെക്കാനിസം ഇൻ OSI? എറർ കൺട്രോൾ മെക്കാനിസം യൂസ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ട്രാൻസ്പോർട്ട് ലെയറിലും യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡേറ്റ ലിങ്ക് ലെയറിലും യൂസ് ചെയ്യുന്നുണ്ട്. OSI മോഡലിലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഡേറ്റ ലിങ്ക് ലെയറിന്റെ കാര്യം എടുക്കാം. ഡേറ്റ ലിങ്ക് ലെയർ എടുക്കുവാണെങ്കിൽ ഫ്രെയിം ലെവലിൽ എറർ ഡിറ്റക്ഷനും കറക്ഷനും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയുന്ന ടെക്നിക്കും അതുപോലെ തന്നെ ഹാമിംഗ് കോഡ്, ഈ രണ്ട് ടെക്നിക്സ് ആണ് എറർ ഡിറ്റക്ഷനും അതുപോലെ തന്നെ എറർ കറക്ഷനും വേണ്ടിയിട്ട് ഈ ഡേറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഹോപ്പില് ഈ ഫ്രെയിംസ് എല്ലാം എറേഴ്സ് കൂടാതെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതും ഡേറ്റ ലിങ്ക് ലെയർ ആണ്. ഇനി ട്രാൻസ്പോർട്ട് ലെയറിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാ, ഡേറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിം ലെവലിലായിരുന്നെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ സെഗ്മെന്റ് ലെവലിലാണ് എൻഡ് ടു എൻഡ് എറർ കൺട്രോൾ എൻഷുർ ചെയ്യുന്നത്. ഇതിനകത്തെന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത്, ആ TCP യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്നോളജ്മെന്റ് ആൻഡ് റീട്രാൻസ്മിഷൻ മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് എന്താ, ഏതെങ്കിലും പാക്കറ്റ്സ് മിസ് ആയിട്ടുണ്ടോ, അയച്ചിട്ടുള്ള പാക്കറ്റ്സിന്റെ ഓർഡർ കറക്റ്റ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്നത്. ഫൈനലി പറയുവാണെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യുന്നുണ്ട്, സോഴ്സിനും ഡെസ്റ്റിനേഷനും ഇടയിലുള്ള ഡേറ്റ ഇന്റഗ്രിറ്റിയും എൻഷുർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഓപ്ഷൻ ബിയും സിയും കറക്റ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, നേരത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ഐ ഡോണ്ട് നോ വെദർ ദേ ഹാവ് റിമൂവ് ദിസ് ക്വസ്റ്റ്യൻ, ക്യാൻസൽ ദിസ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൻസർ ആരെങ്കിലും ജസ്റ്റിഫിക്കേഷൻ കൊടുത്ത് ഇന്നതാണ് ആൻസർ എന്നുള്ള രീതിയിൽ ആരെങ്കിലും അതിനെ
ചലഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഐ എം നോട്ട് അവെയർ ഓഫ് ദാറ്റ്. ബട്ട് according to the question, the correct answer is B and C. Okay. Anyway, let's see what option A and D says. ഓപ്ഷൻ എന്റെ കേസിൽ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ലെയർ ആണ് പറയുന്നത്. നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് റൗട്ടിങ്ങിനും അഡ്രസ്സിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എറർ കറക്ഷൻ പെർഫോം ചെയ്യുന്നില്ല. വേണമെങ്കിൽ എറർ ഡിറ്റക്ഷൻ ഉണ്ടായേക്കാം, പക്ഷെ അതിനെ കറക്റ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയർ അല്ല. ഇനി ആപ്ലിക്കേഷൻ ലെയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, അതെന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് യൂസർ ഇന്റർഫേസ്, അതുപോലെ തന്നെ ഡേറ്റ പ്രസന്റേഷൻ, അതൊക്കെയാണ്. അല്ലാതെ എറർ കൺട്രോൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. I hope you got the point. Let's move to the next question. ISDN is an example of dash network. സ്വിച്ചിങ് പഠിച്ചിട്ടുള്ളവർക്കെല്ലാം ഇത് ഭയങ്കര ഈസി ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ISDN എന്ന് പറയുന്നത്. ഇതൊരു സർക്യൂട്ട് സ്വിച്ച്ഡ് ടെലഫോൺ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആണ്. ISDN ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സർക്യൂട്ട് സ്വിച്ച്ഡ് ടെലഫോൺ നെറ്റ്വർക്ക്. അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ. ഇതെന്താ ചെയ്യുക വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ട്രാൻസ്മിഷൻ ഓഫ് വോയിസ് ആൻഡ് ഡേറ്റ ഓവർ ട്രഡീഷണൽ ടെലഫോൺ നെറ്റ്വർക്ക്സ്. വോയിസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വീഡിയോ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെറ്റ്വർക്ക് സർവീസസ് ആയിക്കോട്ടെ, പബ്ലിക് സ്വിച്ച്ഡ് ടെലഫോൺ നെറ്റ്വർക്ക് വഴി സൈമൾട്ടേനിയസ് ആയിട്ട് ഈ നേരത്തെ പറഞ്ഞ ഫോമിലുള്ള ഡേറ്റേന്റെ എല്ലാം ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ഓഫർ ചെയ്യുന്നതാണ് ഈ പറയുന്ന സർക്യൂട്ട് സ്വിച്ച്ഡ് ടെലഫോൺ നെറ്റ്വർക്ക് ആയിട്ടുള്ള ISDN. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. ഓക്കെ, സോ ISDN ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ. ലെറ്റ്സ് മൂവ് ടു ദ റിമൈനിങ് ഓപ്ഷൻസ്. എന്താണത് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്സ്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക്സ് ലൈക്ക് ഇന്റർനെറ്റ്, അതായത് IP ബേസ്ഡ് നെറ്റ്വർക്ക്സിലാണ് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് കണ്ടല്ലേ ഉള്ളൂ. നെക്സ്റ്റ്, മെസ്സേജ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ മെസ്സേജ് സ്റ്റോർ ചെയ്യുക, ദെൻ ഫോർവേഡ് ചെയ്യുക, അങ്ങനെയുള്ള മെസ്സേജ് സ്വിച്ചിങ് നെറ്റ്വർക്ക്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. ISDN ഒരു മെസ്സേജ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് അല്ല. നൺ ഓഫ് ദി അബവ് നമുക്കിനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം കേബിൾ സൈസ് ഓഫ് STP? STP എന്ന് പറഞ്ഞാൽ ആരാണ്? ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. അത് ഏകദേശം 100 മീറ്റർ ആണ് അതിന്റെ മാക്സിമം കേബിൾ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നെറ്റ്വർക്കിങ്ങിലും അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻസിലൊക്കെയാണ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതർനെറ്റ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ട്, അതായത് IEEE സ്റ്റാൻഡേർഡ് വിച്ച് ഇസ് IEEE 802.3. ആസ് പെർ ദിസ് ഇതർനെറ്റ് സ്റ്റാൻഡേർഡ്സ് STP ആണെങ്കിലും, STP നമ്മൾ പറഞ്ഞ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ, ഇനിയിപ്പോ UTP ആയിക്കോട്ടെ, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആയിക്കോട്ടെ, ഒരു റിലയബിൾ സിഗ്നൽ ട്രാൻസ്മിഷൻ, അതായത് യാതൊരു തരത്തിലുള്ള യൂസ് ഓഫ് സിഗ്നൽ ആംപ്ലിഫിക്കേഷനോ അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിന്റെ യൂസേജോ ഒന്നുമില്ലാതെ നമുക്ക് ഒരു റിലയബിൾ ആയിട്ടുള്ള സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് STPയിലാണെങ്കിലും UTPയിലാണെങ്കിലും യൂസ് ചെയ്യുന്ന കേബിൾ എന്ന് പറയുന്ന ഇതിന്റെ ലെങ്ത് 100 മീറ്റേഴ്സ് ആണ് മാക്സിമം കേബിൾ ലെങ്ത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. 300 മീറ്റർ, 200 മീറ്റർ, 150 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ 100-നേക്കാൾ എക്സീഡ് ചെയ്താലുള്ള പ്രശ്നം സിഗ്നൽ വേണമെങ്കിൽ ഡെലിഗേഷൻ സംഭവിക്കും, റിപ്പീറ്റേഴ്സ് ഇടയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ. അതാണ് ഈ 300-ന്റെ ഒരു മീറ്ററിലെ പ്രശ്നം എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് 200-ലും അത് തന്നെ പ്രശ്നം, ഇൻ കേസ് ഓഫ് 150-ലും അത് തന്നെ പ്രശ്നം. സോ മാക്സിമം ഒരു 100 മീറ്റേഴ്സ് ആണ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കേബിൾ ലെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ലെയർ യൂസസ് ദി ഫോളോയിങ് പ്രോട്ടോകോൾസ്. AL അല്ലേ ആപ്ലിക്കേഷൻ ലെയർ? ഓക്കെ, ഏതൊക്കെയാണ്? SMTP ആപ്ലിക്കേഷൻ ലെയറിലാണ്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് ആണ്, ഇമെയിൽസ് സെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് കേട്ടോ. ദെൻ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതും ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് FTP യൂസ് ചെയ്യുന്നത്.
നൗ ഓപ്ഷൻ സി HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതെന്തിനാണ് വെബ് ബ്രൗസിങ്ങിന് അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ് ഹൈപ്പർ ടെക്സ്റ്റ് ബേസ്ഡ് കണ്ടന്റ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, all of the above. Next question. To define style sheet rules in header section ലാണ് കേട്ടോ of the HTML document called എന്തായിരിക്കും? അതായത് ഒരു HTML ഡോക്യുമെന്റിന്റെ ഹെഡർ സെക്ഷനിൽ നമ്മൾ എങ്ങനെ എഴുതുക? ഹെഡർ സെക്ഷൻ ഹെഡ് നമ്മൾ HTML ടാഗ് ആദ്യം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഹെഡ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റൈൽ ഷീറ്റ് റൂൾസ്. സോ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ അതിനകത്ത് സേ സം ബോഡി യൂസ് കമ്മിങ്, ലൈക്ക് ബോഡിക്കകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ പറയാണ്. റെഡ്. ദെൻ അത് ക്ലോസ് ചെയ്തു. ബോഡി എന്ന ടാഗിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അത് എവിടെ എൻഡ് ചെയ്യുന്നു അത്രയും ഭാഗത്തുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് റെഡ് ആയിരിക്കണമെന്ന് ഞാൻ പറയാണ്. ദെൻ എനിക്ക് വേറെ എന്തെങ്കിലും റൂൾസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ദെൻ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യും. ദെൻ എൻ്റെ ഹെഡ് എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യും. ദെൻ ഞാനത് കഴിഞ്ഞ് ബോഡി സ്റ്റാർട്ട് ചെയ്യും ആവശ്യമുണ്ടെങ്കിൽ. ദെൻ ഇതെല്ലാം ബോഡി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ഏറ്റവും അവസാനം HTML ക്ലോസ് ചെയ്യുവേ. സോ ബോഡിക്കകത്തല്ല ഹെഡിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ഹെഡർ സെക്ഷനിൽ സ്റ്റൈൽ ഷീറ്റ് റൂൾസ് ഡിഫൈൻ ചെയ്യാണ് എൻ്റെ HTML ഡോക്യുമെന്റിന്റെ. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എൻ്റെ HTML ഡോക്യുമെന്റിലെ ഹെഡർ സെക്ഷനകത്ത് സ്റ്റൈൽ ഷീറ്റ് റൂൾസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? അതിനെ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്നാണ് പറയുക. ഏതാണ് റൈറ്റ് ഓപ്ഷൻ? ബി. ഇനി സ്റ്റൈൽ ഷീറ്റ് വേണമെങ്കിൽ എക്സ്റ്റേണൽ ആവാം. അതായത് ഒരു സെപ്പറേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് റൂൾസ് എല്ലാം സ്റ്റൈൽ ഷീറ്റ് റൂൾസ് എല്ലാം എഴുതിയിട്ട് ദെൻ ആ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സ്റ്റൻഷൻ .css എന്നും കൊടുത്ത് സെപ്പറേറ്റ്ലി സേവ് ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് നമുക്ക് പറയാം. ഇത് നമ്മളൊരു ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ HTML ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ഓപ്ഷൻ സി. ഇതിനകത്തെന്ന് പറയുമ്പോൾ ഏത് HTML എലമെന്റിലാണോ നമുക്കൊരു സ്റ്റൈല് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഹെഡറിനകത്തല്ലേ ഈ ഒരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് ബോഡി എന്ന് പറയുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചിരുന്നു? ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്നാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ലൈക്ക് ദാറ്റ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ്, ഈ ഒരു ലൈനിൽ ഈ ബോഡി എന്ന് പറയുന്ന ടാഗിനകത്ത് തന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എന്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ട് എന്ത് പ്രോപ്പർട്ടിയാണ് എന്ത് റൂളാണ് വേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെ ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ് എന്നാണ് പറയുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആപ്ലിക്കേഷൻ സെർവർ ഫോർ ജാവ വെബ് ആപ്ലിക്കേഷൻ ഈസ്. ഇതിൽ ഏത് വേണമെങ്കിൽ ആവാം. ജെബോസ് ആവാം, വെബ് ലോജിക് ആവാം, ഗ്ലാസ് ഫിഷ് ആവാം. പക്ഷേ ടോം കാറ്റ് പറ്റൂല. ഓക്കെ. എന്താ ചോദിച്ചിട്ടുള്ളത്? ആപ്ലിക്കേഷൻ സെർവർ ഫോർ ജാവ വെബ് ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ആപ്ലിക്കേഷൻ സെർവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഡിപ്ലോയ് ആൻഡ് റൺ JW ആപ്ലിക്കേഷൻസ്. അതുവഴി നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കിട്ടുക? സർവ്ലെറ്റ്സ്, JSPC, എക്സ്റ്റെൻഡഡ് ജാവ ബീൻസ്, അതുപോലെ ഡേറ്റാബേസ് കണക്ഷൻ, പൂളിംഗ്, പിന്നെ ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് ഒക്കെ ഈ ആപ്ലിക്കേഷൻ സെർവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ജെബോസ് എന്ന് പറയുന്നത് ഒരു വൈഡ്ലി യൂസ്ഡ് ഓപ്പൺ സോഴ്സ് ജാവ ഡബ്ല്യു ആപ്ലിക്കേഷൻ സെർവർ ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റെഡ് ഹാറ്റ് ആണ്. മറക്കരുത്, ഓപ്പൺ സോഴ്സ് ആണ് ജെബോസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഗ്ലാസ് ഫിഷ്, ഇത് ഒഫീഷ്യൽ റെഫറൻസ് ഇംപ്ലിമെന്റേഷൻ ഫോർ ജാവ ആണ്. ഇത് ഒറാക്കിൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ സെർവർ ആണ്. വെബ് ലോജിക് എന്ന് പറയുന്നത് ഒരു എന്റർപ്രൈസ് ലെവൽ ജാവ ആപ്ലിക്കേഷൻ സെർവർ ആണ്. ഇതും ഒറാക്കിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ വെബ് ലോജിക് എന്ന് പറയുന്നതും ഇത് ഹൈ പെർഫോമൻസ് ആപ്ലിക്കേഷൻസിന്റെ കേസസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ടോം കാറ്റ് എന്ന് പറയുന്നത് ഒരു ഫുൾ ആപ്ലിക്കേഷൻ സെർവർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ അതൊരു സെർവ്ലെറ്റ് കണ്ടെയ്നർ ആണ്. ഇത് സെർവ്ലെറ്റ്സും JSPയും സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഫുൾ ജാവ ഫീച്ചേഴ്സ് ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ചോയ്സ് ഫോർ ജാവ ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറയുന്നത് JBoss, ഗ്ലാസ് ഫിഷ് ആൻഡ് വെബ് ലോജിക് ആണ്. ഈ പറയുന്ന option D, which is Tomcat, is only a servlet container. Next question. The protocol used to send email from one to another. The question കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ബട്ട്
സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ സെൻഡിങ് ഇമെയിൽസ് ഓവർ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് SMTP ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആപ്ലിക്കേഷൻ ലെയറിലുള്ള പ്രോട്ടോകോള്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതെന്താണ് ചെയ്യുന്നത്? ഒരു സെൻഡറിന്റെ മെയിലിൽ നിന്ന് റെസിപ്പിയന്റെ മെയിലിലേക്കുള്ള പിന്നെ മെസ്സേജിന്റെ ട്രാൻസ്ഫർ ഹാൻഡിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. ഇപ്പൊ POP3 എന്ന് പറയും, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ 3 ആണ്. ഇതെന്ന് പറയുന്നത് റിട്രീവിങ് ഇമെയിൽസ് ഫ്രം മെയിൽ സെർവർ, അല്ലാതെ ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്രോട്ടോകോൾ യൂസ് ടു സെൻഡ് ഇമെയിൽ ഫ്രം വൺ ടു അനദർ. അതായത് ബേസിക്കലി നമുക്ക് എന്താ വേണ്ടത്? ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ്. ഈ POP3 എന്ന് പറയുന്നത് ഒരു മെയിൽ സെർവറിന് ഇമെയിൽസ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് HTTP നമുക്കറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെബ് ബ്രൗസിങ്ങിനും അതുപോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെയാണ്, അല്ലാതെ ഈ പറയുന്ന ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ കണ്ട പ്രോട്ടോകോൾ ആണ്. അഗൈൻ FTP, ഇതും നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ കണ്ടായിരുന്നു, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോള്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സിന്റെ ഇടയിൽ നെറ്റ്വർക്ക് വഴി നമുക്ക് വേണമെങ്കിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. So the right answer is option C, SMTP, Simple Mail Transfer Protocol. Next question, commonly used web applications that make use of AJAX. Google Map, Yahoo Maps, then Gmail. All of the above ആണ് right answer കേട്ടോ. AJAX എന്ന് പറഞ്ഞാൽ Asynchronous JavaScript and XML. ഇതൊരു വെബ് ഡെവലപ്മെന്റ് ടെക്നിക്കാണ്. ഡൈനാമിക്കും അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഫുൾ പേജ് റീലോഡ് ചെയ്യാതെ തന്നെ ഒരു വെബ് പേജിന്റെ ചില പാർട്സ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്നത് അജാക്സ് ആണ്. ഗൂഗിൾ മാപ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണമെങ്കിൽ മാപ്പിനെ വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് വേറെ പോർഷൻസ് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ആ പേജ് പിന്നെയും ലോഡ് ചെയ്യണമെന്നില്ല. അതായത് റീലോഡിങ്, വിതൗട്ട് റീലോഡിങ് തന്നെ നമുക്ക് മാപ്പ് വേണമെങ്കിൽ സ്മൂത്ത്ലി എന്ത് ചെയ്യാൻ പറ്റും? ഡ്രാഗ് ചെയ്യാനായിട്ട് സാധിക്കും, എന്നാൽ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. സോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അജാക്സ് ആണ്. അതുപോലെ തന്നെ യാഹൂ മാപ്സ് എടുക്കുകയാണെങ്കിൽ സിമിലർ ടു ഗൂഗിൾ മാപ്സ്, ഈ പറയുന്ന ലൊക്കേഷൻ ഡേറ്റ ഡൈനാമിക്കലി ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യാഹൂ മാപ്സ് അജാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ജിമെയിലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പേജ് റീലോഡ് ചെയ്യാതെ തന്നെ പുതുതായിട്ട് വരുന്ന ഒരു റിയൽ ടൈം ഇമെയിൽ ഫെച്ചിങ്, പുതുതായി വരുന്ന ഇമെയിൽ നമ്മൾ നമ്മുടെ മെയിലിനകത്ത് കാണുന്നു. അത് അജാക്സ് വഴിയാണ് സാധിക്കുന്നത്. അതുപോലെ തന്നെ കമ്പോസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മെയിൽസ് സെൻഡ് ചെയ്യുമ്പോഴും ഒന്നും നമുക്ക് ഇൻബോക്സോ അല്ലെങ്കിൽ ആ പേജോ റീലോഡ് ചെയ്യേണ്ടി വരുന്നില്ല. സോ നമുക്ക് പറയാം, since all of these applications leverage AJAX technology for seamless user interaction, the correct answer is option D, all of the above. IIS stands for Internet Information Services, which is option C. എന്താണ് IIS? It's a web server software developed by മൈക്രോസോഫ്റ്റ്. നമ്മൾ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ IIS-ന്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനാ വെച്ചാൽ ഹോസ്റ്റിംഗ് വെബ്സൈറ്റ്സ് അതുപോലെ സർവീസസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓൺ വിൻഡോസ് സെർവേഴ്സ്, അതാണ് പിന്നെ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന. ആക്ച്വലി അതൊരു വെബ് സെർവർ ആണ് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള. ഓക്കെ, റിമൈനിങ് റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ് can be used to uniquely identify any element within an HTML page is of course option A, ID. ഒരു ID വെച്ചിട്ടാണ് നമുക്ക് യൂണിക്ലി ഒരു എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് ആലോചിച്ച് വെക്കണം. ഒരു ഡോക്യുമെന്റിനകത്തുള്ള IDs എല്ലാം യുണീക്ക് ആയിരിക്കും. അതായത് രണ്ട് എലമെന്റ്സിന്റെ ID നെയിം സെയിം ആവാനായിട്ട് പറ്റില്ല. ഇനി നോക്കൂ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ കേസിൽ ടൈറ്റിൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടൂൾ ടിപ്പ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ യൂസർ ഒന്ന് മൗസ് ഹോവർ ചെയ്യുമ്പോൾ ഏത് എലമെന്റിലാണ് ഈ ടൈറ്റിൽ നമ്മൾ പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത്, അവിടെ നമ്മൾ മൗസ് ഹോവർ ചെയ്യുന്ന സമയത്ത് ഒരു ടൂൾ ടിപ്പ് പോലെ കാണിക്കും. പക്ഷെ ഇത് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ എലമെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഓപ്ഷൻ ബി ഈസ് റോങ്. ദെൻ ഓപ്ഷൻ സി, ക്ലാസ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മൾട്ടിപ്പിൾ എലമെന്റ്സിന് സെയിം ക്ലാസ്സിലുള്ള മൾട്ടിപ്പിൾ എലമെന്റ്സിന് ഒരു സ്റ്റൈല് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. സോ അത് യുണീക്ക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ്, സ്റ്റൈൽ ആട്രിബ്യൂട്ട്.
ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? CSS സ്റ്റൈൽസ് ഒരു എലമെന്റിന്റെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ദിസ് ഇസ് നോട്ട് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്മോൾ ഏരിയ ക്യാൻ യൂസ് ദ ഫോളോയിങ് നെറ്റ്വർക്ക്. ലാൻ അല്ലേ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് ഒരു സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഉള്ള ഡിവൈസസ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ലാൻ ആണ്. അതായത് വീട്ടിലോ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ ഉള്ളത്. അതുവഴി നമുക്ക് ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ അത് വയേർഡ് ആവാൻ വേണമെങ്കിൽ ഇതേർനെറ്റ് അല്ലെങ്കിൽ വയർലെസ്, അതായത് വൈഫൈ യൂസ് ചെയ്തിട്ടുള്ളതാവാം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതായത് ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ ആണ് കവർ ചെയ്യുന്നത്. അതായത് സിറ്റീസ് അല്ലെങ്കിൽ കൺട്രീസ് അല്ലെങ്കിൽ എൻ്റെ വേൾഡ് തന്നെ. അതായത് നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വാൻ ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് നോട്ട് suited for small areas. Okay, so this is not the answer. Now man, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അതായത് ഒരു ലാർജർ ഏരിയ, ലാൻഡിനേക്കാൾ ലാർജർ ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയും കവർ ചെയ്യും. പക്ഷെ ഒരു സിറ്റിയോ അല്ലെങ്കിൽ ഒരു ടൗണോ ആയിട്ട് ലിമിറ്റഡ് ആണ്. പക്ഷെ ഒരു സ്മോൾ ഏരിയ എന്ന ഈ ക്വസ്റ്റ്യനിലുള്ള ഈ ഒരു ടേം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ലാർജ് ഫോർ എ സ്മോൾ ഏരിയ, സോ ഇറ്റ് കനോട്ട് ബി ദ ആൻസർ. The attribute is used to specify the URL of the document that occupies the inline frame. ഏതാണ്? SRC, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. അതായത് URL സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ഏതാണ്? SRC ആണ്. SRC എന്ന് പറയുമ്പോൾ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, സോഴ്സ് ആട്രിബ്യൂട്ട് ആണ്. അത് ഐ ഫ്രെയിമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദ ഇൻലൈൻ ഫ്രെയിം എന്ന് ലാസ്റ്റ് പറയുന്നത് കണ്ടായിരുന്നോ? URL of the document that occupies the inline frame. So ഐ ഫ്രെയിമിനകത്ത്, ഒരു ഐ ഫ്രെയിമിനകത്ത് ടാഗ് എന്ന് പറയുന്നത് ഐ ഫ്രെയിം ആണ്. ഇൻലൈൻ ഫ്രെയിം, ഇതിനകത്ത് URL ഓഫ് ദ ഡോക്യുമെന്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ SRC ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഫ്രെയിം SRC ഈസ് ഈക്വൽ ടു, ഇതിനകത്ത് എനിക്ക് എന്ത് പറയാം? HTTPS example.com. Okay, then I can close this tag. ഇപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാല് ഈ പറയുന്ന വെബ് പേജ് ഉണ്ടല്ലോ, ഈ example.com എന്ന് പറയുന്നത്, അത് ആ ഐ ഫ്രെയിമിനകത്ത് എംബഡ് ആവും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. ഫ്രെയിം എന്ന് പറയുന്നത് ഫ്രെയിം സെറ്റ്സിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഇത് മോഡേൺ HTML ഒബ്സൊലീറ്റ് ആണ്. സോ നോ മോർ അവൈലബിൾ. സോ ഐ എം റിമൂവിങ് ദാറ്റ് ഓപ്ഷൻ. ദെൻ ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്ന സൂപ്പർ സ്ക്രിപ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ലൈക്ക് മാത്തമാറ്റിക്കൽ എക്സ്പോണൻസ് ഒക്കെ കാണിക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ടാഗ് ആണ് ഈ പറയുന്ന സൂപ്പ് എന്ന് പറയുന്നത്, സൂപ്പർ സ്ക്രിപ്റ്റ് കേട്ടോ. ഓക്കെ, ദെൻ സ്പാൻ എന്താണ്? ഇൻലൈൻ ടാഗ് ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട്. എംബഡിങ് കണ്ടന്റ്സ് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. നെക്സ്റ്റ്, HTML ഫോം കൺട്രോൾ ടാഗ് ഈസ് ഫയൽ സെലക്ട് ബോക്സസ് പറ്റില്ലേ? ഫോം കൺട്രോൾ ടാഗ് അല്ലേ? ഫയൽ സെലക്ട് ബോക്സസ് പറ്റും, ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾസ് പറ്റും, ചെക്ക് ബോക്സസ് കൺട്രോൾസ് പറ്റും. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് HTML-നകത്ത് ഫോം കൺട്രോൾ ടാഗ്സ് ഉണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനായിട്ട് യൂസറെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന കൺട്രോൾ ടാഗ്സ് ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗുകളാണ് ഇവിടെ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുള്ള ഓരോന്നും. ഇപ്പൊ ഫയൽ സെലക്ട് ബോക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ അത് ഇൻക്ലൂഡ് ചെയ്യുക വെച്ചാല് ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു എന്ത് പറയും നമ്മള്? ഫയൽ. ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്തുണ്ടാവും? നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ബോക്സസ് നമ്മൾ കാണില്ലേ വെബ്സൈറ്റ്സിലൊക്കെ, അത് അപ്പിയർ ആവും. പിന്നെ അടുത്തത് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നെയിം എൻ്റർ ചെയ്യാനായിട്ട് പറയില്ല, അല്ലെങ്കിൽ യൂസർ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് പറയില്ലേ, അങ്ങനെയുള്ള ഒരു കൺട്രോൾ ടാഗ് ആണ് ഈ പറയുന്ന പിന്നെ ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾസ് എന്ന് പറയുന്നത്. അതിനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ട് ടൈപ്പ് യൂസ് ചെയ്യും. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. അതിനകത്ത് നെയിം വേണമെങ്കിൽ നമുക്ക് ആ ടാഗിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു യൂസർ നെയിം എന്നോ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള നെയിമോ ഐഡിയോ എന്ത് വേണമെങ്കിൽ അതിനകത്ത് സ്പെസിഫൈ ചെയ്യാം. ഇനി തേർഡ്, ചെക്ക് ബോക്സസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു എന്ത് പറഞ്ഞാൽ മതി? ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ,
അത് വർക്ക് ചെയ്തോളും. സിമിലർലി നമുക്ക് വേണമെങ്കിൽ അതിനൊരു നെയിം കൊടുക്കാം. ലൈക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുമല്ലോ, അതൊരു ചെക്ക് ബോക്സ് അല്ലേ ശരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു ആട്രിബ്യൂട്ട് കൊടുക്കാം, നമ്മുടെ ഓരോ റിക്വയർമെന്റ് അനുസരിച്ച്. സോ ഓൾ ദീസ് 3 കൺട്രോൾസ് ഗിവൺ ഹിയർ ആർ HTML form control tags. So option D is the right answer. Next question, client software that is used for email retrieval. ഒറ്റയടിക്ക് ഈ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ആൻസർ. IMAP ആണ് ആൻസർ. ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് IMAP. മെയിൽ സെർവറിന് ഇമെയിൽസ് റിട്രീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ IMAP എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യേണ്ടത്, ഈ IMAP പ്രോട്ടോകോള് ഉള്ളത് കൊണ്ടാണ് യൂസേഴ്സിന് ഇമെയിൽസ് മൾട്ടിപ്പിൾ ഡിവൈസസിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇമെയിൽസ് സിങ്ക്രണൈസ്ഡ് ആയി ഇരിക്കാൻ വേണം, എന്നാൽ മൾട്ടിപ്പിൾ ഡിവൈസസിൽ ആക്സസ് ചെയ്യും വേണം. അപ്പോൾ അത് നമുക്ക് സാധ്യമാക്കി തരുന്നത് ഈ IMAP ആണ്. ഓക്കെ, ഇനി HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് പേജസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫോൾസ്. പിന്നെ DHCP ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ, ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്കിൽ ഡൈനാമിക്കലി IP അഡ്രസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് നോട്ട് ദി ആൻസർ. ICMP ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ, ഇത് നെറ്റ്വർക്ക് ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്, ലൈക്ക് പിങ് കമാൻഡ്. So the right answer is option A, Internet Message Access Protocol. Next question, the number of subkeys generated by IDEA algorithm is. The network security എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, and the answer is option D, 52. IDEA algorithm. IDEA നമ്മൾ പഠിക്കണം, നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഇതിനകത്ത് ചാനലിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ചെക്ക് ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. IDEA എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഡേറ്റ എൻക്രിപ്ഷൻ അൽഗോരിതം ആണ്. ഇതൊരു ബ്ലോക്ക് സൈഫർ ആണ്. 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ്. പ്ലെയിൻ ടെക്സ്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 64 ബിറ്റ്സ് ആയിരിക്കും. കീ സൈസ് എന്ന് പറയുന്നത് 128 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 8 റൗണ്ട്സ് ഇതിനകത്ത് കാണും. ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷന് മുൻപ് 8 റൗണ്ട്സ് കാണും. അതിന് 6 സബ് കീസും അതുപോലെ തന്നെ പ്ലസ് 4 അഡീഷണൽ സബ് കീസും ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ സബ് കീസ് വേണ്ടി വരുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്പർ ഓഫ് ടോട്ടൽ സബ് കീസ് ജനറേറ്റഡ് ബൈ IDEA അൽഗോരിതം ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 8 റൗണ്ട്സ് ഇൻറ്റു 6 സബ് കീസ് പ്ലസ് 4 അഡീഷണൽ സബ് കീസ്, അല്ലെങ്കിൽ ഫൈനൽ സബ് കീസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 48 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 52 സബ് കീസ്. അതുകൊണ്ടാണ് ഓപ്ഷൻ D പറഞ്ഞത്. I hope you got the point. Okay, next question, dash is an example of public key algorithm. Very easy. Option B, RSA. അതായത് റിവേഴ്സ്ഡ് ഷമീർ അഡിൽമാൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ് RSA എന്ന് പറയുന്നത്. ഇതൊരു പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം ആണ്. അസിമെട്രിക് എൻക്രിപ്ഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് പെയർ ഓഫ് കീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എൻക്രിപ്ഷന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് കീയും ഡിക്രിപ്ഷന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് കീയും. സെക്യൂർ കമ്മ്യൂണിക്കേഷന് വേണ്ടി കോമൺലി യൂസ് ചെയ്യുന്ന, വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതം ആണിത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. DES ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ്, ഇതൊരു സിമെട്രിക് കീ അൽഗോരിതം ആണ്. അതായത് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും വേണ്ടിയിട്ട് സെയിം കീ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 2 കീസ് വരുന്നുണ്ട് കേട്ടോ. പബ്ലിക് കീ അൽഗോരിതം. ഓക്കെ, പിന്നെ ഇതിനകത്ത് 1 കീ DESനകത്ത്. ഇനി IREA, ആക്ച്വലി ഇത് ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം ആണോ എന്ന് പോലും അറിയില്ല. ഇത് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, ദെൻ RCS എന്ന് പറയുന്ന ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ അൽഗോരിതം ഒന്നും ക്രിപ്റ്റോഗ്രഫിക്ക് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DSS സിഗ്നേച്ചർ യൂസസ് വിച്ച് ഹാഷ് അൽഗോരിതം? SHA-1. DSS എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് ആണ്. അത് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം
സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഇറ്റ് മാൻഡേറ്റ്സ് ദ യൂസ് ഓഫ് സെക്യൂർ ഹാഷ് അൽഗോരിതം 1 ഫോർ ഹാഷിംഗ് ദ മെസ്സേജ് ബിഫോർ സൈനിങ്. ഈ SHA-1 എന്ന് പറയുന്ന ഈ അൽഗോരിതം ഇറ്റ് പ്രൊഡ്യൂസസ് എ 160 ബിറ്റ് ഹാഷ് വാല്യൂ. ഈ 160 ബിറ്റ് ഹാഷ് വാല്യൂ സൈനിങ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ബേസിക്കലി അങ്ങനെയാണ് കോൺസെപ്റ്റ് വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ടു വാച്ച് അവർ വീഡിയോസ്. ഓക്കെ, ദെൻ MD5 എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം 5. ഇതൊരു ഓൾഡർ ഹാഷിംഗ് അൽഗോരിതം ആണ്. ഇതിനകത്ത് 128 ബിറ്റ് ഹാഷ് വാല്യൂ ആയിരിക്കും ജനറേറ്റ് ആവുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ക്രിപ്റ്റോഗ്രഫിക്കലി വീക്ക് ഡ്യൂ ടു വൾനറബിലിറ്റീസ്. ഓക്കെ, സോ ഇതല്ല. പിന്നെ SHA-2 ഉണ്ട് ഇതിനകത്ത്. DSS ഒറിജിനലി ഡിസൈൻ ഫോർ SHA-1 ആണ്. പക്ഷെ ലേറ്റർ SHA-2ഉം അലോ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റാൻഡേർഡ് DSS സിഗ്നേച്ചർ അൽഗോരിതം പ്രൈമറിലി യൂസ് ചെയ്യുന്നത് SHA-1 ആണ്. അങ്ങനെയുള്ള ഒരു കേസിലാണ് SHA-2 റോങ് ആൻസർ ആവുന്നത്, ഇൻകറക്റ്റ് ആൻസർ ആവുന്നത്. ഓക്കെ, ഇനി ഡസ് നോട്ട് യൂസ് ഹാഷ് അൽഗോരിതം അറ്റ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെരി റോങ്. ഹാഷ് അൽഗോരിതം ഇല്ലാതെ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ദ പ്രൈവറ്റ് കീ ഈസ് കെപ്റ്റ് ബൈ ആരായിരിക്കും? റിസീവർ അല്ലേ? അതായത് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നും പറയും എന്ന് നമ്മളിപ്പോ തന്നെ പറഞ്ഞായിരുന്നല്ലോ. ഇതിനകത്ത് 2 കീസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പബ്ലിക് കീ കാണും, അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കീയും കാണും. ഇപ്പൊ പബ്ലിക് കീ എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എൻക്രിപ്ഷൻ ആണ്. ഒരു എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് ഒരാൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് കീ വേണം. ഈ പ്രൈവറ്റ് കീ എപ്പോഴും സീക്രട്ട് ആയിരിക്കും. ആർക്കാണോ നമ്മൾ ഈ എൻക്രിപ്റ്റഡ് മെസ്സേജ് അയക്കുന്നത് അയാളുടെ പ്രൈവറ്റ് കീ, ഈ ഒരു സീക്രട്ട് കീ യൂസ് ചെയ്ത് മാത്രമേ ഈ അയച്ച മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിക്കകത്ത് പ്രൈവറ്റ് കീ കീപ്പ് ചെയ്യുന്നത് റിസീവർ ആയിരിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഒരു കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ക്രിപ്റ്റ് അനലിസ്റ്റ്. ഈ ക്രിപ്റ്റ് അനലിസ്റ്റ് എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അതായത് ഒരു കൈൻഡ് ഓഫ് ഹാക്കർ ആണ് ക്രിപ്റ്റ് അനലിസ്റ്റ്. സോ ഹിയർ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. So if you feel like this video is useful, then please do press the like button. And in case of any doubts, clarification or suggestions or opinions, you can ask it in the comment section. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.